വി പ്രകാശിനെ അവസാനം ചിതയിലേക്ക് എടുക്കുമ്പോൾ പതപ്പിച്ചത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയാണ്. ആ കൊടി കീഴിൽ തന്നെയാണ് വി പ്രകാശിന്റെ കുടുംബവും ഉള്ളത്. നിങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നു. സന്ദീപ് വാര്യർ അവിടെ പോയി BJP വോട്ട് വാങ്ങിച്ചു. അതെങ്കിലും പറയാം. അടൂർ പ്രകാശ് ഇഴവ കമ്മ്യൂണിറ്റിപ്പെട്ട വോട്ട് ബാങ്കിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. തന്തയ്ക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. ഉമ്മൻചാണ്ടിയുടെ മോമിന് എങ്ങനെയാവണം? അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ സ്വഭാവത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നെ എങ്ങനെയാണോ? തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂറോട്ട് ഓടിയെത്തേണ്ടുന്ന ഒരു വണ്ടി, ഒരു വാഹന വ്യൂഹം 2 ദിനരാത്രങ്ങൾ എടുത്ത് കോട്ടയത്തേക്ക് വന്ന് നമ്മളെല്ലാവരും കണ്ടല്ലേ. വിജയം ആര്യാടൻ ഷൗക്കത്തിന് ആണ് എന്നറിഞ്ഞപ്പോൾ ആദ്യം ഈ ചാണ്ടി ഉമ്മൻ ചെയ്തത് ഒരുപാട് പേരുടെ ദൈവമല്ലായിരുന്നു ഉമ്മൻചാണ്ടി. കാത് കേൾക്കാൻ പറ്റാത്തവരുടെ, ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത് കൊടുത്തവരുടെ, പെൻഷൻ കിട്ടിയവരുടെ, സൗജന്യമായി അരി വാങ്ങിച്ചവരുടെ, അങ്ങനെ ആരുടെയൊക്കെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നു നിൽക്കുമ്പോൾ UDFന്റെ വിജയത്തിൽ ചാണ്ടി ഉമ്മന്റെ പങ്ക് തെല്ലും ചെറുതല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 3000-ഓളം വീടുകളാണ് ചാണ്ടി ഉമ്മൻ കയറി ഇറങ്ങി സാധാരണക്കാരായ ജനങ്ങളോടും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരോടും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ചെന്നത്. അല്ലെങ്കിൽ ഇതിനു മുൻപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ കണ്ട ഒരു ചാണ്ടി ഉമ്മനെ അല്ലായിരുന്നു ഇപ്രാവശ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഈ ഒരു മാറ്റത്തെ നമുക്ക് എങ്ങനെയാണ് നോക്കിക്കാണാൻ കഴിയുന്നത്? ചാണ്ടി ഉമ്മൻ സൺ ഓഫ് ഉമ്മൻചാണ്ടി ഫ്രം പുതുപ്പള്ളി, മറ്റേത് ആര്യാടൻ ഷൗക്കത്ത് സൺ ഓഫ് ആര്യാടൻ മുഹമ്മദ് ഫ്രം നിലമ്പൂർ. ആ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുപ്പക്കാരനായിരുന്നു, ഉമ്മൻചാണ്ടിയോട് അത്രയും ബന്ധമുണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പാർട്ടി ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു 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 സ്റ്റാർ വാല്യുള്ള MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അവിടെ മുഴുകി എന്നതാണ് സത്യം. ഹർഷ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പാലക്കാട് എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ ഇത്രത്തോളം കണ്ടില്ലായിരുന്നു? സ്വാഭാവികമായും ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെയായി ഒരു മാനസികമായ ഒരു അകൽച്ച എന്തോ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ളത് ആ സമയത്ത് പ്രകടമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ മത്സരിച്ച സമയത്ത് ഷാഫി പറമ്പിലും ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പുതുപ്പള്ളിയിൽ കിടന്നെടുത്ത പണി നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യത്തിന് അതിൽ കാര്യമൊന്നുമില്ല. ഇപ്പം ശശി തരൂർ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ പോയത്. ഇത് വിളിച്ചിട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമല്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചാണ്ടി ഉമ്മൻ MLA ഒന്നും അല്ലല്ലോ. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ ചാണ്ടി ഉമ്മനും ഈ ഷാഫി പറമ്പിലും MLA അല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കം അബിൻ വർക്കി അടക്കം ഈ പറയുന്ന ഡോക്ടർ സരിൻ അടക്കം ഒരു വലിയ യുവജന വിഭാഗം തൃക്കാക്കരയിൽ നടത്തിയ പ്രവർത്തനം അടുത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ. എല്ലാ ദിവസവും ഞാൻ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി കൂടുതലും എനിക്ക് UDF ക്യാമ്പിലായിരുന്നു കൂടുതലും റിപ്പോർട്ടിങ്. ഞാൻ അവിടെ പോയി നിന്ന് നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് ഒരു പക്ഷേ അവരുടെ മാനസികമായ പ്രശ്നങ്ങളാവാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. അതല്ലെങ്കിൽ പാലക്കാട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്രിസ്ത്യൻ മുഖം എന്ന നിലയിൽ ഇവിടെ നിലമ്പൂരിൽ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ല, വിജയം ആര്യാടൻ ഷൗക്കത്തിന് ആണ് എന്നറിഞ്ഞപ്പോൾ ആദ്യം ഈ ചാണ്ടി ഉമ്മൻ ചെയ്തതെന്നറിയോ? ചാണ്ടി ഉമ്മൻ അവിടെ നിന്ന് നേരെ പോകുന്നത് വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ്. സത്യം പറഞ്ഞാൽ ആ വിഷ്വൽസ് കണ്ടു എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. നോക്കൂ, ഈ വിജയം വി പ്രകാശിന് അവകാശപ്പെട്ടതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ബെൽറ്റിൽ നിന്ന് അല്ലെങ്കിൽ UDF ബെൽറ്റിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ഉണ്ട് എന്നാണ് ആരോപിക്കുന്നത്. പക്ഷെ ആ കുടുംബം ആദ്യഘട്ടത്തിൽ അസ്വസ്ഥരായിരുന്നു എന്നൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വി പ്രകാശിൻ്റെ കുടുംബം ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസ്വസ്ഥരാണ്. പിന്നീട് ഈ നിലമ്പൂർ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് വരിക. അവിടുത്തെ MP പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് വി പ്രകാശിൻ്റെ ഭാര്യയുമായി സംസാരിച്ചു എന്നും PD സതീശനും അടക്കമുള്ള നേതാക്കന്മാർ ഈ പറയപ്പെടുന്ന ഇവരുമായി സംസാരിച്ചു. അവിടെയും ഇടതുപക്ഷം കാണിച്ചൊരു പണിയുണ്ട്. സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ്, പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് വി പ്രകാശിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് അവിടെ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ ഈ വി പ്രകാശിൻ്റെ കുടുംബം തങ്ങളോട് സംസാരിക്കാൻ വന്ന നേതൃത്വത്തിനോട് പറഞ്ഞത് വി പ്രകാശിനെ അവസാനം ചിതയിലേക്ക് എടുക്കുമ്പോൾ പതപ്പിച്ചത് കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയാണ്. ആ കൊടി കീഴിൽ തന്നെയാണ് വി പ്രകാശിൻ്റെ കുടുംബവും ഉള്ളത്. അതുകൊണ്ട് പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു അവർക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ എത്ര വൈകാരികമാണ്. നിസ്സാര വോട്ടുകൾക്കാണ്, 2000 ശിഷ്ട വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത്. ആ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നറിയുന്നതിന് തൊട്ട് മുമ്പ് വി പ്രകാശ് ഈ ലോകത്തോട് വിട വാങ്ങിപ്പോയി. ഈ വിജയം VD സതീശൻ്റെയോ K സുധാകരൻ്റെയോ ചാണ്ടി ഉമ്മൻ്റെയോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെയോ ഒന്നുമല്ല. ഇത് വി പ്രകാശിൻ്റെ വിജയമാണ്. പ്രകാശ് ഏട്ടൻ്റെ നിലമ്പൂർ തിരിച്ച് UDF പിടിച്ചു. ആര്യാടൻ മുഹമ്മദ് MLA ആയിരുന്ന കാലഘട്ടം തൊട്ട് അവിടെ KSUയിലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്നു വന്ന DCC അധ്യക്ഷനായിരുന്ന വി പ്രകാശിൻ്റെ സ്വന്തം നിലമ്പൂർ. ആ നിലമ്പൂർ
UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. അപ്പം ചാണ്ടി ഉമ്മനെ പോലൊരു യുവ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പക്വമായ ഒരു രീതിയാണ്. കാര്യം ചാണ്ടി ഉമ്മൻ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ ആ നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുക അല്ലെങ്കിൽ അവിടെ വിജയിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ അത് തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. കാര്യം ഉമ്മൻചാണ്ടിയുടേതായിട്ട് ഒരു ഗുണങ്ങളൊന്നും ചാണ്ടി ഉമ്മൻ ഇല്ല എന്ന് പറഞ്ഞ പല മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയൊന്നുമല്ല. ചാണ്ടി ഉമ്മൻ ഒരു ദിവസം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ആളൊന്നുമില്ല. അയാൾ KSU രാഷ്ട്രീയത്തിലും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായ ആളാണ്. പക്ഷെ ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊരു പേരുണ്ടായിരുന്നു വന്നിരുന്ന സമയത്ത്. ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ 10-30,000 വോട്ടിന് അവിടെ ആരെങ്കിലും ജയിപ്പിച്ചുവിടും. ആരും ജയിപ്പിച്ചുവിടും, എനിക്ക് സംശയമാണ്. അതിനിടത് വശം വെറുതെ ഉന്നയിച്ചു വിടുന്നൊരു ചാണ്ടി ഉമ്മൻ്റെ രീതി എന്താ? ചാണ്ടി ഉമ്മൻ അതിവേഗം ബഹുദൂരം, അതാരാ പറഞ്ഞേ? ആരുടെ രീതിയായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ രീതിയായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മോമിന് എങ്ങനെയാവണം? അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ സ്വഭാവത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നെ എങ്ങനെയാവണം? തന്തയ്ക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. അദ്ദേഹം ഒരു വീട് കയറാൻ ഇറങ്ങിയാൽ കൂടെയുള്ള പ്രവർത്തകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ബൈറ്റ് എടുക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത്. അവസാനം എനിക്ക് കിട്ടിയത് യൂത്ത് കോൺഗ്രസ് നടത്തിയൊരു പരിപാടിയിൽ കാറിൽ കയറുന്നതിനിടയ്ക്കിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കുന്നത്. കിട്ടാനില്ല, കാണാനില്ല. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ ഈ നിലമ്പൂർ പറഞ്ഞത് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ചാണ്ടി ഉമ്മൻ്റെ കാറ് വീട്ടുമുറ്റത്ത് വരും, കാണുമ്പോൾ പേടിയാണ്. കാറിലൊക്കെ ഫുള്ള് സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനുള്ള പോസ്റ്ററൊക്കെ ഒട്ടിച്ചേക്കുന്നത്. പാർട്ടിയാണ്, അവർക്കെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓടും. പിന്നെ മനുഷ്യനല്ലേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊന്നും പുതുപ്പള്ളിയിൽ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ UDF ഇലക്ഷനെ നേരിടാൻ ചെല്ലുമ്പോൾ അവിടെ പാർട്ടി ഉണ്ടായില്ല, സംഘടനാ സംവിധാനമൊന്നുമില്ല. അവിടുത്തെ പാർട്ടിയും സംഘടനയും എല്ലാം ഒറ്റ പേരില്ല, ഒറ്റ കുടുംബത്തിലാണ്. MLAക്ക് ഓഫീസില്ല, പാർട്ടി ഓഫീസില്ല. ഇത് മൊത്തം ഉമ്മൻചാണ്ടിയുടെ കുടുംബമാണ്, ഉമ്മൻചാണ്ടിയുടെ തറവാടാണ്. അപ്പം അവിടെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ അവിടെ പരിപാടി നടത്തുന്നത്. ചാണ്ടി ഉമ്മൻ വലിയ രീതിയിൽ വിജയിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പുതുപ്പള്ളിക്കാർക്ക് എതിർപ്പുണ്ടോ നോക്കിയാൽ പോരെ. ചാണ്ടി ഉമ്മൻ ഓടുവോ, ചാണ്ടി ഉമ്മൻ ഷേവ് ചെയ്യുമോ, ചാണ്ടി ഉമ്മൻ മുടിവിട്ട്, അതൊക്കെ ചാണ്ടി ഉമ്മൻ്റെ ഇഷ്ടം. ഉമ്മൻചാണ്ടിയുടെ മോനാ വരുന്നത്. ഒരുപാട് പേരുടെ ദൈവമല്ലായിരുന്നു ഉമ്മൻചാണ്ടി. കാത് കേൾക്കാൻ പറ്റാത്തവരുടെ, ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത് കൊടുത്തവരുടെ, പെൻഷൻ കിട്ടിയവരുടെ, സൗജന്യമായി അരി വാങ്ങിച്ചവരുടെ, അങ്ങനെ ആരുടെയൊക്കെ ഇപ്പുറത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ, കരുതലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മോശമായിരുന്നു. ഒരുപാട് പേരുടെ ദൈവമായിരുന്നു. നമ്മൾ കണ്ടതല്ലേ 3 ദിവസം കേരളം മൊത്തം പൊട്ടിക്കരഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂറോട്ട് ഓടിയെത്തേണ്ടുന്ന ഒരു വണ്ടി, ഒരു വാഹന വ്യൂഹം 2 ദിനരാത്രങ്ങളെടുത്ത് കോട്ടയത്തേക്ക് വന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാ. സോ അവരുടെയൊക്കെ ദൈവത്തിൻ്റെ നേതാവിൻ്റെ മകൻ വീട്ടിലേക്ക് വരുന്നു, ചേർത്ത് പിടിക്കുന്നു, വോട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളതിനെ വൈകാരികമായി എടുക്കും. നിലമ്പൂരിൽ നോക്കൂ, ഈ നടന്ന സകല തെരഞ്ഞെടുപ്പുകളേക്കാൾ ജനങ്ങൾ ആവേശത്തോടെ വൈകാരികമായി ഏറ്റെടുത്ത 2 തെരഞ്ഞെടുപ്പുകളെ ഒന്നാം നമ്പർ പുതുപ്പള്ളിയും 2ാം നമ്പർ തൃക്കാക്കരയാ. അവിടെ മരണപ്പെട്ടു പോയ 2 നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ കക്ഷികളല്ല. PT തോമസ്, സത്യം പറഞ്ഞാൽ PT തോമസിനെ ഞാൻ ആദ്യമായി നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എൻ്റെ വൈഫിൻ്റെ മുത്തശ്ശി മരിച്ചപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിലാണ്. അവിടെ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എറണാകുളത്ത് താമസമാക്കിയിട്ടില്ല. അപ്പം ഞാൻ രാവിലെ മരണം പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വരുന്നത് വെള്ളയും ഇട്ടിട്ടാണ്, കതറിട്ടിട്ടാണ് വരുന്നത്. വെള്ള കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് വരിക. അപ്പോൾ ആരോ എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്. അപ്പം എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നാട്ടിൽ ഇതുപോലെ ബിസിനസ്സൊക്കെ ഉണ്ട്, പിന്നെ അല്പം രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? ഞാൻ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. പുള്ളി ഇങ്ങനെ ചേർത്ത് പിടിച്ചു, പാർട്ടിക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ. എന്നിട്ട് എന്നെ ആ മരണ വീട്ടിൽ നിന്ന് വിളിച്ച് വണ്ടിയിൽ കൊണ്ടുപോയി അവിടെയുള്ള, അതായത് എറണാകുളത്തുള്ള മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത് പറയാം, ഇയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കണം. എന്നിട്ട് എൻ്റെ നമ്പർ ഡയറിയിൽ കുറിച്ചിടുക, അന്നത്തെ ഡേറ്റിൽ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. എത്ര പേരെ കൊണ്ട് പറ്റും? അത് PT തോമസ്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കഥകൾ. ഏതൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തനം, അല്ല ഒരു യൂട്യൂബർ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ധൈര്യമായിട്ട് ഒരു മൈക്ക് നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാമായിരുന്നു. പിണറായി വിജയൻ്റെ മുന്നിൽ ഇപ്പോൾ ചോദിക്കാൻ പറ്റുമോ? ശരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടാണല്ലോ ഈ മേഖലയിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്കതിനുള്ള അവസരം കിട്ടും. അദ്ദേഹത്തിന് അന്നത്തേക്ക് വയ്യാതായി. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് നിന്നിട്ട് ഞാൻ മടിച്ചിട്ടാണ് ചെല്ലുന്നത്. മുൻ മുഖ്യമന്ത്രിയാണ്, ഉമ്മൻചാണ്ടിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമുക്കൊരു ഇമേജ് ഉണ്ട്, എങ്കിൽ പോലും ഞാൻ അവിടെ ചെന്നൊരു അഭിപ്രായം ചോദിച്ചു. 5 മിനിറ്റ് അവിടെ നിന്ന്, വയ്യാത്ത അദ്ദേഹം, നടക്കാൻ വയ്യാത്ത അവിടെ നിന്ന് എനിക്ക് ബൈറ്റ് തന്നിട്ടാണ് പോകുന്നത്. അതാണ് ഈ കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം പരാജയപ്പെട്ട M സ്വരാജില്ലേ, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിൽ എനിക്കൊരു ദിവസം ഡ്യൂട്ടി കിട്ടു. ഞാനവിടെ ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാൻ ചെന്നു. എന്നെ ഇറക്കി വിട്ടു അവിടെ. ഞാനിവിടെ അദ്ദേഹം എന്തോ വലിയ ബുദ്ധിരാക്ഷസൻ അവിടെ ഇരിക്കുന്നു, പുറത്ത് സാധാരണക്കാർക്ക് നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പോയി ചോദിച്ചു, എന്നോടാണോ ചോദിക്കുന്നതെന്ന് അഭിപ്രായം.
അതാണ് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു രീതി തന്നെയായിരിക്കും വീണ്ടും UDF-ന് നിലമ്പൂര് തിരിച്ചു കിട്ടാനുള്ള, അല്ലെങ്കിൽ UDF പ്രവർത്തനങ്ങളുടെ ഒരു ഇത്തരം രീതികളിൽ നിന്ന് കുറച്ച് കാർക്കശ്യക്കാരനാകുന്ന VD സതീശനുണ്ട്. അതുകൊണ്ടാണ് VD സതീശനെ പലരും വിമർശിക്കുന്നത്. അതെ. ഇന്നിന്റെ കാലത്ത് ഇച്ചിരി കാർക്കശ്യം വേണം, എങ്കിലും VD സതീശൻ ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തനം തട്ടിമാറ്റി പോയിട്ടില്ല. ഈ പറയപ്പെടുന്ന VD സതീശനുമായിട്ടുള്ള അഭിപ്രായം നമുക്കുണ്ടായിട്ടുള്ള അനുഭവം അങ്ങനെ തന്നെയാണ്. നമ്മൾ കാര്യം ചോദിക്കുന്നു, അദ്ദേഹം കാര്യം പറയുന്നു. ആരെയും സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ രീതിയിൽ പോകുന്നു. പിന്നെ ഈ പറയുന്ന ചാണ്ടി ഉമ്മന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ റീലിലൂടെയാണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ അറിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തമായി ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ ഒരു കഠിനാധ്വാനത്തിലൂടെ ഒരു വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ. അല്ല, നോക്കൂ, പ്രവർത്തനങ്ങൾ പലതും പല രീതിയിലാണ്, ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിലാണ്. ഇപ്പം നിങ്ങൾ എയിം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് വീട് വിടാതെ കയറി വോട്ട് ചോദിക്കാൻ പറ്റില്ല. വീട് വിടാതെ കയറി വോട്ട് ചോദിക്കുന്നത് ചാണ്ടി ഉമ്മന് ഭയങ്കര ഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പൊതുവെ ഓടി നടന്ന് എല്ലാ വീട്ടിലും കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓടും. അത് അദ്ദേഹത്തിന് പറ്റുന്നൊരു ഏരിയ അതാണ്. നിങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ അവിടെ പോയി BJP ക്യാമ്പുകളിൽ വോട്ട് മാറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അടൂർ പ്രകാശ് ഇഴവ കമ്മ്യൂണിറ്റിപ്പെട്ട വോട്ട് ബാങ്കിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ബിജു രമേശ് പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ഒരുപാട് നേതാക്കന്മാർ പുറമേ കാണാതെ അടിയിലൂടെ പണിയുണ്ടായിരുന്നു. വർക്കൊക്കെ നടക്കുന്നത് ബൂത്തുകളിലാണ്, അല്ലാതെ റീൽസിലോ ഈ കാണുന്ന നേതാക്കന്മാരെ ഒന്ന് സംസാരിക്കുന്നിടത്തോ പ്രകടനത്തിലോ ഒന്നുമല്ല. വർക്ക് നടക്കുന്നത് വീടുകളിലാണ്. വോട്ടിരിക്കുന്നത് എവിടെ? വോട്ട് വീടിനുള്ളിലാണ്. ഈ പുറത്ത് കാണുന്ന പ്രവർത്തകരാണേ. ഇപ്പോൾ ഹർഷയുടെ വീട്ടിൽ ഹർഷയുടെ അച്ഛൻ ബാപ്പ ഒരു പാർട്ടി പ്രവർത്തകരാണെന്നിരിക്കട്ടെ, പുള്ളി പ്രകടനത്തിന് പോകും. നിങ്ങളുടെ വീട്ടിൽ എത്ര വോട്ടുണ്ട്? 5. ഒരു വോട്ടല്ലേ പുറത്ത് പോയിട്ടുള്ളൂ, ബാക്കി 4 വോട്ട് എവിടെ ഇരിക്കുന്നത്? വീട്ടിലാണ്. അവിടെ പോയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ എന്നാൽ മാത്രമേ കൃത്യമായി വർക്ക് നടക്കൂ. പുറമേ ഭയങ്കര ഇത് നടക്കുന്നതിനൊപ്പം ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കണം. അത് കൃത്യമായി നിലമ്പൂരിൽ നടന്നിട്ടുണ്ട്. അത് ചാണ്ടി ഉമ്മനെ പോലെയുള്ള അല്ലെങ്കിൽ യുവ നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരും ഒരുപോലെ അവിടെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.